കൊട്ടിക്കലാശം അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. സംഘർഷ സാധ്യത കൂടി കണക്കിലെടുത്താവണം. വടകരയിൽ പോലീസും UDF പ്രവർത്തകരും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. വടകരയിൽ കൊട്ടിക്കലാശം അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ബാക്കിയിടങ്ങളിൽ ഇനി ഏതാനും മിനിറ്റുകൾ കൂടി മാത്രം. CK വിജയൻ, നമുക്ക് CK നേരത്തെ ഒരു തർക്കത്തിന്റെ കാര്യം, ഒരു സംഘർഷത്തിന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ. കണ്ണൂരിൽ പ്രശ്നമൊക്കെ പരിഹരിക്കപ്പെട്ടോ? വീണ്ടും പഴയപടി എല്ലായിടത്തും ആവേശമാണോ? അതിനേക്കാളും വലിയ രീതിയിലുള്ള മുഖാമുഖം ഇപ്പോൾ UDF-ന്റെയും അതോടൊപ്പം തന്നെ NDA-യുടെയും പ്രവർത്തകർ തമ്മിൽ കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിൽക്കുകയാണ്. നേരത്തെ LDF-ന്റെയും UDF-ന്റെയും പ്രവർത്തകർ തമ്മിലായിരുന്നു ഏതാണ്ട് ഉന്തും തള്ളുമെങ്കിൽ അതിന് സമാനമായ സ്ഥലത്തേക്ക് സാഹചര്യങ്ങളിലേക്ക് നീങ്ങുന്ന അത്രയും എഡ്ജിൽ NDA-യുടെയും അതോടൊപ്പം തന്നെ UDF-ന്റെയും പ്രവർത്തകർ തമ്മിൽ അത്യാവേശപൂർവ്വം മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് രണ്ടുപേരുടെയും കൊട്ടിക്കലാശം ഇപ്പോൾ ഇതുവഴി കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പുതിയ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് കൂടെ UDF-ന്റെ കൊട്ടിക്കലാശം ഏതാണ്ട് പ്ലാസ ഭാഗത്തേക്ക് പോവുകയും പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് NDA-യുടെ കൊട്ടിക്കലാശം സമാപിക്കുകയും ചെയ്യുന്നു. ഈ സമയത്താണ് ഇപ്പോൾ മുഖാമുഖം രണ്ട് മുന്നണികളുടെയും ആൾക്കാരെത്തുകയും അങ്ങേയറ്റത്തെ ആവേശത്തോടു കൂടി മുദ്രാവാക്യം വിളിക്കുകയും അവരുടെ കരുത്ത് തെളിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതാണ് ഒരുപക്ഷെ ഒരു സംഘർഷത്തിലേക്ക് നയിച്ചേക്കുമോ എന്നൊരാശങ്ക ഇപ്പോൾ ഉണ്ടാകാൻ ഇടയാക്കിയത്. ഇരുപക്ഷത്തും പോലീസുകാർ ബാരിക്കേഡ് പോലെ കൈകൾ കോർത്തു പിടിച്ച് കേന്ദ്ര സേന ഉൾപ്പെടെ ഒരു മതില് പോലെ സംരക്ഷിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ ഈ പ്രകടനം നിയന്ത്രിച്ചത്. അത്രമാത്രം ആവേശപൂർവ്വം, അത്രമാത്രം ഏത് സമയത്തും ഒരു ഏറ്റുമുട്ടലോ ഉന്തും തളപ്പോ ഒരു സംഘർഷമോ ഉണ്ടാക്കാം എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലേക്കായിരുന്നു ആവേശം അതിര് കടന്നു എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലേക്കായിരുന്നു എത്തിയത്. ഏതായാലും UDF-ന്റെ പ്രധാനപ്പെട്ട പ്രവർത്തകരും ഇവരും അടങ്ങിയ ജാഥ അല്ലെങ്കിൽ ഈ പ്രകടനം ഈ പരിസരം പഴയ ബസ് സ്റ്റാൻഡ് പരിസരം കടന്നു കഴിഞ്ഞു. ഇപ്പോൾ ഉള്ളത് ഈ NDA-യുടെ പ്രവർത്തകരാണ്. NDA-യുടെ പ്രവർത്തകർ പഴയ ബസ് സ്റ്റാൻഡിന്റെ പരിസരത്ത്, പഴയ ബസ് സ്റ്റാൻഡിൽ എന്ന് തന്നെ പറയാം, ഈ പരിസരത്ത് കൊട്ടിക്കലാശം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഇപ്പോഴും സ്ഥാനാർത്ഥി ഉൾപ്പെടെ ഇവിടെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച കണ്ണൂരിലാണ് നേരിയ സംഘർഷം നേരത്തെ ഉണ്ടായത്. അത് CPM പ്രവർത്തകരും LDF പ്രവർത്തകരും UDF പ്രവർത്തകരും തമ്മിലായിരുന്നു. മുഖാമുഖം കൊട്ടിക്കലാശത്തിലെ പ്രകടനം എത്തിയപ്പോഴാണ് സംഘർഷം ഉണ്ടായത്. അതിനുശേഷം ഇപ്പോൾ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് എത്തുമ്പോൾ അവിടെ NDA പ്രവർത്തകരും UDF പ്രവർത്തകരും തമ്മിൽ ഒരു സംഘർഷ അന്തരീക്ഷത്തിലുള്ള സാധ്യത രൂപപ്പെട്ടു എന്നാണ് CK വിജയൻ പറഞ്ഞത്. പക്ഷേ വലിയ പ്രശ്നമില്ലാതെ ഇനി അവസാനത്തെ 10 മിനിറ്റ് പോലും 5 മിനിറ്റ് സമയം, 6 മിനിറ്റ് സമയം, കേവലം 6 മിനിറ്റ് സമയം മാത്രമാണ് പരസ്യ പ്രചാരണം അവസാനിക്കാനുള്ളത്. ഇനി പ്രശ്ന സാധ്യതാ മേഖലകളിൽ കൂടുതൽ പ്രശ്നങ്ങൾക്കുള്ള സമയമില്ല. 6 മണിക്കെല്ലാം അവസാനിക്കേണ്ടതുണ്ട്. അതേസമയം നേരത്തെ തന്നെ പ്രചാരണ പരിപാടികൾ അവസാനിപ്പിക്കണമെന്ന നിർദ്ദേശം നൽകിയ ചില സ്ഥലങ്ങളുണ്ടായിരുന്നു. വടകരയിൽ സംഘർഷ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് നേരത്തെ തന്നെ കൊട്ടിക്കലാശം അവസാനിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ അവിടെ ആളുകളെ വേർതിരിച്ച് നിർത്തുന്നതുമായി ബന്ധപ്പെട്ട്, വടം കിട്ടുന്നതുമായി ബന്ധപ്പെട്ടൊരു തർക്കം ഉണ്ടായിരുന്നു.